എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ ചിങ്ങം 2024 മുതൽ അടുത്ത വർഷം 2025 ചിങ്ങമാസം വരെയുള്ള സമയത്തെ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Guidance, concentration, sustenance, protection, surrender, promise of future. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആദ്യം തന്നെ ഗൈഡൻസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര പോകുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഈ വർഷം പൊതുവിൽ നിങ്ങൾക്ക് ഒത്തിരി യാത്രകൾക്കുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കൊച്ചു കൊച്ചു യാത്രകൾ, ഒരു വൺ ഡേ ട്രിപ്പ്, രാവിലെ പോയി വൈകുന്നേരം വരുന്ന രീതിയിൽ ഒരു മുഴുവൻ ദിവസത്തെ ഒരു യാത്ര ആവാം. അതുപോലെ തന്നെ വിദേശവാസത്തിനുള്ള, വിദേശ യാത്രയ്ക്കുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശത്തേക്ക് വിനോദസഞ്ചാരത്തിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പോകാം. സുഹൃത്തുക്കളെ കാണുന്നത് സംബന്ധിച്ചിട്ട് ഒരു മറ്റ് വിസ എടുത്തിട്ട് അവിടെ ജോലി തേടുന്നതിനായിട്ട് പോകുന്നതിനുമാകാം സൂചിപ്പിക്കുന്നത്. എന്ത് തന്നെയായാലും ഒത്തിരി സന്തോഷം തരുന്ന യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോൾ വിവാഹ സാധ്യതകളുള്ള ഒരു വിവാഹത്തിന് ശേഷമുള്ള ഹണിമൂൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ വിദേശത്താകാനുള്ള അവസരം സൂചിപ്പിക്കുന്നുണ്ട്. സമ്മാനങ്ങളായിട്ട് യാത്രകൾ, അതായത് എന്തെങ്കിലും ലക്കി കൂപ്പൺ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്കൊരു ട്രിപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. വഴികാട്ടികൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് വഴികാട്ടികളായിട്ട് പല പല സാഹചര്യങ്ങളും പല ആളുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലൊക്കെ പെട്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ പല ജീവികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കി ഈ ഒരു വഴി അല്ലെങ്കിൽ ഇന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പാതയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ മറ്റ് ജീവികളായിട്ടായിരിക്കും എന്തെങ്കിലും ആയിരിക്കും നിങ്ങളുടെ വഴി തെറ്റിച്ചു വിടുന്നത്. അപ്പോൾ പലപ്പോഴും കേൾക്കുമ്പോൾ ഒരു വേറെ രീതിയിൽ തോന്നാമെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഒരു വഴിയിലൂടെ ഏതെങ്കിലും മൃഗം നിങ്ങളെ ഓടിച്ചിടുന്നത്, നിങ്ങൾ ആ വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലേക്ക് കടന്നു പോവുകയും അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് അതായിരുന്നു നിങ്ങളുടെ ശരിയായിട്ടുള്ള വഴി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ. അങ്ങനെയൊക്കെ പല രീതികൾ നമ്മൾക്ക് ആദ്യം പെട്ടെന്ന് നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾക്കത് നമ്മൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പ്രാബല്യത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻസ് വന്ന് ഭവിക്കുന്ന സമയമാണ്. വഴികാട്ടികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല രൂപത്തിലും ഭാവത്തിലും ദൈവികമായിട്ടുള്ള അനുഭൂതികളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയിട്ട് ഈ ഒരു വർഷം സാധ്യമാകുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. പൊതുവിൽ ഈ ഒരു വർഷം നിങ്ങൾ മറ്റ് കാര്യങ്ങളിൽ, അതായത് മറ്റ് കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. ഇപ്പോൾ സ്പോർട്സ് കാര്യങ്ങളിൽ ചില ആളുകളെ സംബന്ധിച്ച് പറയാൻ നിങ്ങൾ സ്പോർട്സ്, അതേപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, കലാകായിക കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം ഉള്ള സമയമാണ്. മാത്രവുമല്ല കലാകായിക മേഖലയിൽ നിങ്ങൾ ഒത്തിരി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവാർഡ്സും അതുപോലുള്ള കാര്യങ്ങൾ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ, യുവജനോത്സവം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി കഴിവ് തെളിയിക്കാൻ പറ്റുന്ന സമയമാണ്. അതിലൊക്കെ ഒത്തിരി സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ പഠിത്തത്തിൽ നിന്ന് കുറച്ച് പുറകോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് മനസ്സിൽ എടുത്തു വെച്ചിട്ട് പഠിത്തകാര്യം കൂടി കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പഠിത്തത്തിൽ പുറകോട്ടേക്ക് പോയേക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, പഠിത്ത കാര്യത്തിൽ, വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കുക. കലാകായിക പരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നേട്ടങ്ങൾ നേടുന്ന നല്ല കാര്യം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം പുറകോട്ടേക്ക് പോകാതിരിക്കാനുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചാൽ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു വർഷമായിരിക്കുമെന്ന് പറയാം. അതേപോലെ സസ്റ്റൈനൻസ് എനർജിയാണ്. അപ്പോൾ ഭാഗ്യമുള്ള സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ
എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾക്കൊരു വായുഭാഗ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് വിശന്നിരിക്കേണ്ടി വരില്ല. അപ്പോൾ ചില ആളുകൾ പറയും വിശന്നിരിക്കേണ്ടുന്ന സിറ്റുവേഷൻ എല്ലാവർക്കും ഇപ്പോൾ കയ്യിൽ കാശുണ്ടെങ്കിൽ വിശന്നിരിക്കേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ടാവും. കയ്യിൽ കാശുള്ളത് കൊണ്ട് വിശന്നിരിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു IT ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ 12 മണിക്ക് അല്ലെങ്കിൽ ഒരു മണിക്ക് എന്തെങ്കിലും മീറ്റിംഗ് കയറുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു ഭക്ഷണത്തിന്റെ സമയം 1 മണിക്കൂർ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നു, മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ പിന്നെ അടുത്ത 1 മണിക്കൂറും അതിലിപ്പോൾ അങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് ഇരുന്ന് കഴിക്കാൻ എന്തെങ്കിലും പറ്റിയ സമയം ഉണ്ടായെന്ന് വരില്ല. കുറച്ചെന്തെങ്കിലും ഒരിടത്ത് കയ്യിൽ പിടിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓർഡർ ചെയ്ത് അങ്ങനെ ഒരു രീതിയിലുള്ള കഴിപ്പ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് അവര് നല്ല ജോലിയായിരിക്കും, നല്ല ശമ്പളമായിരിക്കും, പക്ഷെ കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വായുഭാഗ്യം നല്ലോണം ഉള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ വിശന്നിട്ട് ഇരിക്കുകയാണ്, ആ സിറ്റുവേഷനിൽ എവിടെന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ടാവാം. സിറ്റുവേഷൻ എങ്ങനെയായിരുന്നാലും വയറ് നിറച്ച് ഭക്ഷണം കിട്ടുന്ന വർഷമായിരിക്കും തന്നെ പറയാം. അപ്പൊ അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അനുഭവത്തിൽ ഉണ്ടാവുന്നുണ്ടാവും, ഒന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടാവും. അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയാം. ഇനി സാമ്പത്തിക സ്ഥിതി പുറകോട്ടേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം നല്ല ഭക്ഷണങ്ങൾ, നല്ല നല്ല ഭക്ഷണങ്ങൾ വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന സമയം എന്ന് തന്നെ പറയുന്ന സമയമാണ്. ദൈവാനുഗ്രഹം, നേരത്തെ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം വേണ്ടുള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കുക. നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് അതായത് ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു വർഷം തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മളെ എല്ലാ ജോലി കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും, ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിൽ നിങ്ങളുടെ സോഷ്യൽ ലൈഫിൽ ഇപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, വീടിന് പുറത്തായിട്ട് നിങ്ങളുടെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും, NGOയ്ക്കോ മറ്റെന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട്. അതിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി അറിയപ്പെടുന്നുണ്ട്. പേരും പ്രമാണിയും പേരും പ്രശസ്തിയും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഒരു പ്രമാണി, ഒരു പദവി, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുന്ന ഒരു പദവിയിലേക്ക്, ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ ഉള്ളവരല്ല എങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയ സമയമല്ല. ഈ പറയുന്ന പേരും പ്രശസ്തിയും ഒക്കെ അതേപോലെ നിലനിൽക്കണമെങ്കിൽ തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതിരിക്കുക, കുറഞ്ഞ പക്ഷം ഈ വർഷമെങ്കിലും. ഓൾറെഡി രാഷ്ട്രീയത്തിൽ ഉള്ളവരാണ് എങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതിരിക്കുക. രാഷ്ട്രീയത്തിലുള്ളവരാണ് എങ്കിൽ അനാവശ്യമായിട്ടുള്ള വലിയ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മറുപടി പറയുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അഥവാ പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആലോചിച്ചിട്ട്, പഠിച്ചിട്ട് പറയാമെന്ന് പറയുന്ന പോലെയോ ആലോചിച്ചിട്ട് പറയാമെന്നുള്ളത്, അതിനെക്കുറിച്ച് തീരുമാനമായിട്ടില്ല, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് വേറെ രീതിയിലേക്ക് പോകാം. അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആലോചിച്ച് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്സിലുള്ളവരും സിനിമ സീരിയൽ മേഖലയിൽ പ്രശസ്തിയിൽ നിൽക്കുന്ന ആളുകൾ ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ പ്രോമിസ് ഓഫ് ഫ്യൂച്ചർ ആണ് പറയാനുള്ളത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് പല കാര്യങ്ങളിലും എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ എടുത്തു പറയാനുള്ള യുക്തിയുക്തമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാം. നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കം ചെയ്യുന്ന ആളുകൾ, ബുദ്ധിയേക്കാൾ കൂടുതൽ നിങ്ങളിപ്പോൾ വിവേകമാണ്, അറിവിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വിവേകം ആണ് ഇവിടെ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ വീട് സംബന്ധമായിട്ട് വീട് പണി കാര്യങ്ങളൊക്കെ നിന്ന് പോയിട്ടുള്ളവരപ്പോൾ വീട് പണി പകുതിയായിട്ട് നിർത്തിയിരിക്കുന്നവരൊക്കെ വീട് പണി പൂർത്തിയാക്കുന്നുണ്ട്. വീടിന്റെ കല്ലിടൽ കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു പണി നടന്നിട്ടില്ല, അല്ലെങ്കിൽ കുറെ ആയി, ഇപ്പൊ കുറച്ച് നാളായിട്ട് മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അതൊക്കെ പൂർത്തിയാക്കുന്നുണ്ട്. സ്ഥലം സംബന്ധിക്കുന്ന കാര്യങ്ങൾ, വിൽപ്പന, സ്ഥലം വാങ്ങിക്കുക, വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ ജോലി ഉള്ള ആൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നതാണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും ആ ഒരു മേഖലയിൽ സ്ഥലം വിൽപ്പന, വാങ്ങൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല സമയമാണ് ഈ ഒരു വർഷം. അപ്പൊ അതിൽ ഒത്തിരി നല്ല സാധ്യതകളുള്ള സമയമാണെന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.